+2 പെട്ടെന്നുണ്ടായതല്ല. ഈ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചത് എന്താ പറയുക ചെറുപ്രായത്തിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പം നാളെ ഞാൻ വേറെ മാറ്റി പറയാം. താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയായിട്ട് മുദ്രകുത്തിയ ആളുകളാണല്ലോ. അവരിപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ സാധാരണ ഗവൺമെന്റ് ആയിട്ട് പുറം ലോകം അംഗീകരിക്കും. ഒരു റെവല്യൂഷണറി ആളുകളും ഒരിക്കലും വിചാരിക്കുന്നില്ല അവരുടെ ബെസ്റ്റ് പാത്ത് ഇതാണ്, ആംസ് കൊണ്ട് പോരാടണമെന്ന്. അത് അവർ ആക്ച്വലി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഞാൻ പണ്ടും വിപ്ലവകാരിയാണ്, ഇപ്പോഴും വിപ്ലവകാരിയാണ്. ആളുകളെ ബുദ്ധിമുട്ടിക്കാറില്ല. ചിലപ്പം സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാം. എന്തുകൊണ്ട് നമുക്കും ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്നില്ല ആനന്ദം കണ്ടെത്താനാണെങ്കിൽ. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ ചെയ്യുന്ന പ്രവർത്തികളായിരിക്കണം ഒരു ഫ്രീഡം എന്ന് എൻ്റെ ഒരു ടൈം. നമ്മൾ ഒരാളടുത്ത് ഭക്ഷണം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റല്ല. ചില വീടുകളിൽ എന്ന് പറയുമ്പോൾ 24 വയസ്സ് കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അമ്മയുടെ അനുവാദം ചോദിക്കണം, അച്ഛൻ്റെ അനുവാദം ചോദിക്കേണ്ട അവസ്ഥയാണ്. മാഹിനാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുക്കേണ്ടി വരില്ല, എന്നാലും പല ആളുകൾക്ക് പറഞ്ഞുകൂടായിരിക്കും. ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ആരാ പറഞ്ഞത് അവരൊക്കെ ഇങ്ങ് കൊണ്ടുപോകാം നന്നായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം 24 വയസ്സിൽ ഏകദേശം 30 മുകളിൽ രാജ്യങ്ങൾ സന്ദർശിച്ച ആള്. അപ്പം ഈ ചെറുപ്പക്കാർ പിള്ളേർക്ക് അല്ലേ തന്നെ ട്രാവൽ, ടൂറ്, യാത്ര എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അങ്ങനെയുള്ളതിൽ ഒരു പക്ഷേ നല്ലൊരു ഐക്കണായിരിക്കും. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം മാഹിനെ. പേരറിയില്ലെന്നേ ആയിരിക്കും. അവർക്ക് അറിയാവുന്ന ഒരു പേര് ഹിറ്റ്ഹാച്ചിങ് നൊമാദ്. അത് ഈ പറഞ്ഞ പോലെ എന്താ ലിഫ്റ്റ് ചോദിച്ച് സഞ്ചരിക്കുന്ന സഞ്ചാരി. +2 കഴിഞ്ഞിട്ടാണ് താങ്കൾ ഇങ്ങനെ യാത്രയിലേക്ക് പോയത്. ശരിക്കും എൻ്റെ ഒരു സംശയമാണ്, തിരുവനന്തപുരം അല്ലേ? ഈ +2 കഴിഞ്ഞൊക്കെ വീട്ടുകാരെങ്ങനെ സമ്മതിച്ച്? അത് ഓരോ ഡിപ്പെൻസ് ആണ്. നമ്മളിപ്പോൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുവാണെങ്കിൽ വീട്ടുകാരുടെ എന്താ പറയുക അവരുടെ റൂളൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വീട്ടുകാരധികം നമ്മുടെ ജീവിതത്തിൽ ഇടപാടില്ല. അതെ, വീട്ടുകാരന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വലിയ പാടാണ്. അല്ല, ഞാൻ പെട്ടെന്ന് ഒരു ദിവസം യാത്രയെന്ന് പറഞ്ഞ് +2 കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങിയതല്ല. ഞാൻ മുമ്പ് യാത്രകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ യാത്രയുടെ എന്താ പറയുക സൈസും ഡ്യൂറേഷനും എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ എത്ര ദിവസം യാത്ര പോകുന്നു, എത്ര ദൂരം യാത്ര ചെയ്യുന്നു, അതൊക്കെ കുറച്ച് വ്യത്യസ്തമായിരുന്നു, ചെറുതായിരുന്നു. പിന്നീട് പഠനത്തിന് വേണ്ടി +2 കഴിഞ്ഞ് ബിരുദത്തിന് വേണ്ടി പുറത്തോട്ട് പോയപ്പോൾ കൂടുതൽ യാത്രകൾ തുടങ്ങി. അങ്ങനെ സ്റ്റെപ്പ് ബേസ് ചെയ്ത് തുടങ്ങിയതാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം യാത്രയ്ക്ക് വേണ്ടി അതൊന്നും പറയാം. ഇപ്പൊ +2 ശേഷം ബിരുദം എവിടെയായിരുന്നു എടുക്കാൻ പോയത്? ഗുജറാത്തിലായിരുന്നു. അങ്ങനെ ആ പോക്കാണ് ശരിക്കും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയത്. അങ്ങനെ ആ സമയത്താണോ ഈ വീഡിയോ എടുത്തു തുടങ്ങി? ഇല്ല, അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു 3-3.5 വർഷം യാത്രകൾ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് പ്രസിദ്ധമായപ്പോൾ ആളുകൾ പറഞ്ഞു യൂട്യൂബിലോട്ടൊക്കെ കൂടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്ന് ഏത് പ്ലാറ്റ്ഫോമിലായിരുന്നു ഇങ്ങനെ വീഡിയോസ് കൂടുതൽ? ഇൻസ്റ്റാഗ്രാമിൽ. അതിനു മുമ്പ് ഇങ്ങനെ ട്രാവൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിരുന്നു. പിന്നീടാണ് ഈ യൂട്യൂബ് രംഗത്തൊക്കെ എത്തിയത്. മാഹിന്റെ പല ഇന്റർവ്യൂ കണ്ടതിൽ ഈ കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. മാഹിൻ പറയുന്ന ഇന്റർവ്യൂവിലെല്ലാം പറഞ്ഞേക്കുന്നത് ട്രാവലിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമുക്ക് എങ്ങനെയാണ് ഒരു വീട്ടുകാരെ ഒരുപാട് പേര് ഇപ്പോൾ സംശയം ചോദിക്കുന്നത്, എങ്ങനെ ആയിരിക്കാം ചേട്ടാ പോകുന്നത്? നമ്മളുടെ വീട്ടിലൊരു സുപ്രഭാതത്തിൽ നമുക്ക് പറ്റില്ല. നമ്മുടെ ഇഷ്ടം അതാണെന്ന് നമുക്കൊരു കുറച്ച് നാൾ കഴിയുമ്പോഴാണല്ലോ ഒരു മനസ്സിലാവണം. ഒരു എന്താ പറയുക, നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോഴും ഇതല്ല എന്നാൽ എൻ്റെ ഇതാണ്, എനിക്ക് ചെയ്യേണ്ട മേഖല ഇതാണെന്നൊരു തോന്നലുണ്ടാവും. എനിക്ക് തോന്നുന്നു പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് 50 വയസ്സ് വരെ. തീർച്ചയായിട്ടും 50-55 വയസ്സ് വരെ യാത്രയാണ്. പക്ഷേ +2 കഴിഞ്ഞ് പെട്ടെന്നുണ്ടായതല്ല. ഈ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചത് എന്താ പറയുക ചെറുപ്രായത്തിലാണ്. അപ്പം അതിൻ്റെ ആ ഒരു പൊട്ടിമുളച്ച എന്താ പറയുക പയ്യെ പടന്ന് പന്തലിച്ചു. ഇപ്പോൾ എന്താ പറയുക അത് ഫലഭൂഷ്ടമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേർക്ക് അസൂയ ഉണ്ടല്ലേ? എനിക്കുണ്ട് അസൂയ. കാരണം വെച്ചാൽ അങ്ങനെ എങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് സാധിക്കുന്നത്? നീ പറഞ്ഞ പോലെ തന്നെ ഗുജറാത്തിൽ പഠിക്കാൻ പോയിട്ട് അവിടെ നിന്നും എന്നിട്ട് ഡിഗ്രി എടുത്തിരുന്നോ? ഡിഗ്രി ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിരുന്നു. പിന്നെ സഞ്ചാരത്തിലേക്ക് പോയി. പിന്നീട് മറ്റൊരു ഡിഗ്രിക്ക് പുറകെ പോയി, അതും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ അതിലേറെ അറിവുകളുണ്ട്. ഞാൻ മാഹിന്റെ ഇന്റർവ്യൂ എല്ലാം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ എക്സ്പീരിയൻസിൽ ലേൺ ചെയ്ത ഒരാളാണ്. കാരണം അതിലൊരു ഇന്റർവ്യൂവിൽ ഒരു കോട്ട് പറയുന്നത് കേട്ട്, പല രാജ്യങ്ങളിലും സന്ദർശിച്ചതിൽ മതത്തിന്റെ പേരിലാണ് പല രാജ്യങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ മാഹിൻ പറയുന്നുണ്ട്, മതത്തിന്റെ പേരിലല്ല, അധികാരത്തിന് വേണ്ടിയിട്ടാണ്, അധികാരമോഹത്തിനും പണക്കൊതിക്കും വേണ്ടിയിട്ട്. പക്ഷെ അതിനെ മതത്തിനെ കൂട്ടുപിടിക്കുന്നു എന്ന് പറയുന്നത്. എങ്കിൽ ഇത്രയും രാജ്യങ്ങൾ കണ്ട മാഹിന് എങ്ങനെയാണ് ഈ അധികാരവും ഈ പണവും എങ്ങനെയാണ് അവിടെ വർക്കൗട്ട് ആവുന്നതെന്ന് പറയാൻ പറ്റും? ഇപ്പോൾ ഒരുപാട് കൺട്രീസിൽ കണ്ടിരുന്നു. ഇതിനൊരു ടോട്ടൽ കോറാണല്ലോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഇപ്പം മതം അതിനൊരു ഭാഗമല്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. അതിനൊരു വലിയൊരു എക്സാമ്പിൾ വെച്ച് തന്നെ തുടങ്ങാം. നമുക്കിപ്പോൾ താലിബാൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറയുന്നതാണ്.
താലിബാൻ എന്ന് പറയുന്നത് എന്താ പറയുക, പെട്ടെന്ന് ഒരു ഒക്കുപ്പേഷൻ ഫോഴ്സായിട്ട് തുടങ്ങിയൊരു സംഭവം, റെസിസ്റ്റൻറ്റ് ഫോഴ്സായിട്ട് തുടങ്ങിയൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഒരു കൂട്ടമാണ് താലിബാൻ. താലിബാൻ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ മീനിങ്, താലിബാൻ്റെ മീനിങ് വിദ്യാർത്ഥികൾ എന്നാണ്. അപ്പോൾ അവർ ഒരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻറ്റ് ഫോഴ്സായിട്ട് സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ വേണ്ടി തുടങ്ങിയതാണ്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ പടന്ന് പന്തലിച്ച് പോകുമ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന കുറേ പേര് കാണുമല്ലോ. അപ്പോൾ ആ മുൻനിരയിൽ നിന്ന പല ആളുകൾക്കും അധികാരമോഹം കിട്ടണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് താലിബാനിൽ നിന്ന് അൽ ഖ്വയ്ദ എന്ന് പറയുന്ന വിഭാഗം വേറെ വന്നത്. താലിബാനും ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റാണ്, അൽ ഖ്വയ്ദയും ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ആണെങ്കിൽ എന്തിനും അവർ രണ്ട് വിഭാഗമായിട്ട് മാറണം? അവരൊന്നായിട്ട് നിന്നാൽ പോരെ? അപ്പോഴല്ലേ അവർ കൂടുതൽ പവർ കിട്ടും. ഇപ്പം രണ്ട് ഇത് ആവാൻ കാരണം അവർക്ക് ഏതെങ്കിലും 2 പേർക്ക് അധികാരം കിട്ടണം. ഇന്ത്യയുടെ വിഭജനം പറയുവാണ്. ഇന്ത്യയുടെ വിഭജനം ആക്ച്വലി നമ്മുടെ മുഹമ്മദ് അലി ജിന്നയ്ക്ക് നേതാവാവണം എന്നുള്ള കാരണത്താലല്ലേ പിന്നീട് അത് 2 രാജ്യങ്ങളിലേക്ക് പോയത്. അല്ലെങ്കിൽ ഒറ്റ ഇതായിട്ട് ആ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അതെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന നിലയിൽ ഇപ്പോഴും പോകുമായിരുന്നു. ഇപ്പം മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണം, അല്ലെങ്കിൽ ആ ഒരു ഭരണം, ആ ഒരു സ്ഥലത്തിൻ്റെ ഭരണം കിട്ടണം. പിന്നെ അതിനുശേഷമല്ലേ മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം, ഹിന്ദുക്കൾക്ക് ഒരു രാജ്യം എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇത് വന്നത്. പിന്നെ ISISന്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് അബൂബക്കർ അൽ ബാഗ്ദാദി പണ്ട് മുതലേ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒരു സംഘടന ഉണ്ടാക്കിയതല്ല ഈ ഒരു IS എന്ന് പറയുന്നത്. പെട്ടെന്ന് അൽ ഖ്വയ്ദ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് IS എന്ന് പറയുന്ന വിഭാഗം വന്നു. കാരണം എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അതിൽ ഏതെങ്കിലും ഒന്നിലും ടോപ്പ് ആവാൻ കഴിയൂ. അപ്പം എന്നിട്ട് അതിനോട് മതം കൂട്ടുപിടിക്കുന്നു. ചില ആളുകൾ മതം കൂട്ടുപിടിക്കാറില്ല, ചില ആളുകൾ മതം കൂട്ടുപിടിക്കാറുണ്ട്. അപ്പം എല്ലാത്തിനും ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇതെല്ലാം അധികാരമോഹത്തിന് വേണ്ടി മാത്രമാണ്. അതിപ്പം നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്സ് ഇല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പൊളിറ്റിക്സ് ആയാലും നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലെ ഇലക്ഷൻ നോക്കും. ഇപ്പം മുസ്ലിം പള്ളികളിലെ ഇലക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. അപ്പം ഞാൻ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സംഭാഷണം നടത്തിയപ്പോൾ ഞാൻ കേട്ടതെന്ന് പറയുമ്പം അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. മനസ്സിലായില്ലേ? പള്ളി മതങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് എന്താ പറയുക, സാഹോദര്യം, സ്നേഹം, സമത്വം, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി ഇവർ പള്ളിയുടെ പ്രസിഡന്റ് ആവണമെന്നും പറഞ്ഞ് അധികാരമോഹത്തിന് വേണ്ടി തർക്കം ചെയ്യണം? ഒരാളാവണമെങ്കിൽ ആവട്ടെ, അവർ നല്ലതുപോലെ ബാക്കി കാര്യങ്ങൾ നോക്കി നടത്തിയാൽ പോരെ. ഇപ്പം മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പണവും അധികാരവും എന്ന് പറയുന്നത്. അത് മനുഷ്യൻ അത് തലയിൽ കയറിയാൽ സ്വാഭാവികമായിട്ടും അത് അവർക്ക് ഇറക്കി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായുള്ള ഒരു സംഭവമാണ്. ഈ അധികാരത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു ഇതിൽ പറഞ്ഞിരുന്നു, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ഈ അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട്, അതായത് ഒരു യാത്രയിൽ പിടിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്തപ്പോൾ അൽ ഖ്വയ്ദ തീവ്രവാദികളുടെ അടുത്ത് പോവുകയും അവിടെ വെച്ചിട്ട് താലിബാനിൽ പോയിട്ട് അവിടെ വെച്ച് പിടിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് പിടിച്ചതിന് ശേഷം അവർ അധികാരത്തിൽ വന്നവർ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങളെ കണ്ടു എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയായിട്ട് മുദ്രകുത്തിയ ആളുകളാണല്ലോ. എനിക്ക് തോന്നുന്നു അവരിപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ അവരെ ലോം വർക്കേഴ്സ്, അല്ലെങ്കിൽ അവരെ ഒരു സാധാരണ ഗവൺമെന്റ് ആയിട്ട് പുറം ലോകം അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്നു. നാളെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വെക്കുന്നത്? മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും കാട്ടിൽ ജീവിക്കുന്ന ആളുകൾ, ഏതെങ്കിലും വനമേഖലയിൽ ജീവിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം ഏതെങ്കിലും ഗവൺമെന്റ് ഒരു ടെൻഡർ കൊടുക്കുന്നു, ആ കാടെല്ലാം കൊത്തിപ്പൊട്ടിച്ച് അവിടുത്തെ മിനറൽസ് എടുക്കാൻ വേണ്ടി. അപ്പം അവരുടെ നാട് സംരക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു കൂട്ടം ഉണ്ടാകുന്നു. അവരുടെ നാടിന് വേണ്ടി വടിവാളോ അല്ലെങ്കിൽ വാളോ സംഭവങ്ങളൊക്കെ എടുത്ത് അവർ ഇറങ്ങുന്നു. അപ്പം അവരെ മാവോയിസ്റ്റ് എന്ന് ഗവൺമെൻറ് വിളിക്കുന്നു. ഈ പറയുന്ന ആളുകൾക്കും ആക്ച്വലി നമ്മുടെ ഫിഡൽ കാസ്ട്രോ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ റെവല്യൂഷണറീസിന് ആക്ച്വലി ആം എടുത്തിട്ട് അവർക്ക് പൊരുതാൻ ആക്ച്വലി ആവശ്യമില്ല. അവരുടെ റെവല്യൂഷണറീസിൻ്റെ യഥാർത്ഥ പാത്ത് എന്ന് പറയുമ്പോൾ, റെവല്യൂഷണറീസിൻ്റെ ബെസ്റ്റ് പാത്ത് എന്ന് പറയുമ്പം ആം കൊണ്ടല്ല സംഭവം. ആക്ച്വലി അവരെ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ആംസ് കൊണ്ട് പോരാടാൻ വേണ്ടി. കാരണം ഒപ്രസ് ചെയ്യുന്ന ആൾക്കാർ ഫോഴ്സ് ചെയ്യുവാണ്. കാരണം തീർച്ചയായിട്ടും. അപ്പം അതാണ് ഒരു റെവല്യൂഷണറി ആളുകളും ഒരിക്കലും വിചാരിക്കുന്നില്ല അവരുടെ ബെസ്റ്റ് പാത്ത് ഇതാണ്, ആംസ് കൊണ്ട് പോരാടണമെന്ന്. അത് അവർ ആക്ച്വലി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലായില്ലേ? ഈ അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞൊരു ദിവസം റീൽ കണ്ടപ്പോഴാണ് വീണ്ടും ഓർത്തത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞേക്കുന്നു, എവിടെയൊക്കെ പോയാലും എൻ്റെ തിരുവനന്തപുരം ഞാൻ കണ്ടപ്പോൾ ഇത്രയും നല്ലൊരു പ്രദേശം, അതായത് ഇങ്ങനെ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ പോയി കാണൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ തിരുവനന്തപുരത്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം എക്സ്പ്ലോർ അന്ന് ചെറുതിലെയുള്ള തിരുവനന്തപുരം ആ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ കഴിഞ്ഞ് മുന്നേ
മുന്നേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായിരുന്നു? കാരണം ഇത്രയും ലോകം കണ്ടിട്ട് തിരിച്ചു വന്ന അന്നും ഇന്നും സുന്ദരമാണ്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ വെള്ളായണിക്കായലിനെ കുറിച്ചാണ്. ഞാൻ വെള്ളായണിക്കായൽ അതെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ബട്ട് അന്നൊരു ദിവസം വെള്ളായണിക്കായലിൽ പോയി നമ്മൾ അവിടെ കായലിന്റെ തീരത്തിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഉദിച്ച ആശയവും മനസ്സിലും ഞാൻ മനസ്സിലാക്കിയ ഒരു എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. എന്ത് മനോഹരമായിരുന്നു ആ കുറച്ച് നിമിഷങ്ങൾ. അപ്പം എന്തുകൊണ്ട് നമുക്കും ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്നില്ല. ആനന്ദം കണ്ടെത്താനാണെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോയിരുന്ന് മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാലും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്തതാണ് എൻ്റെ ഒരു അത് തന്നെയാണ് സംഭവം. അപ്പം ഈ പറഞ്ഞ ഇത്രയും സ്ഥലങ്ങൾ കണ്ടിട്ടും പലപ്പോഴും പറയുന്ന എനിക്ക് മരിക്കുവാണെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ ഒപ്പം എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഒരു രീതിയിൽ അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തോട്ട് വന്നത്? കാരണം പലരും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എങ്ങനെയെങ്കിലും വെളിയിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കാൻ സെറ്റിൽഡ് ആവുക എന്നുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും സഞ്ചരിച്ചിട്ട് അതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ നാട് വീട്, പണ്ടത്തെ സിനിമകളിൽ പറയുന്നല്ലോ നാട് വീട് അമ്പലം ആൽത്തറ കുളം എന്നൊരു സെറ്റിലേക്ക് വന്നത്? അത് മറ്റേ ഒരു എനിക്ക് അറിയില്ല, അക്കരപ്പച്ച അങ്ങനെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച. അതെ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് പുറത്തുള്ള മാത്രമേ ഭംഗിയുള്ളൂ, പുറത്തുള്ള മാത്രം സംസ്കാരങ്ങൾ മാത്രമേ നന്നായിട്ടുള്ളൂ എന്ന്. അപ്പം മാത്രമല്ല ഈ ഒരു ലോകത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പല രാജ്യങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഒരു കൾച്ചറൽ ഷോക്ക് കിട്ടുന്നതിൻ്റെ കാരണം പലയിടങ്ങളിലും പല വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറാണ്. ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ പല ആളുകളും ആ കൾച്ചറിൽ നിന്ന് മാറിപ്പോകുന്ന ജനതയാണ് ഞാൻ എൻ്റെ യാത്രാ ജീവിതത്തിൽ നിരന്തരം കാണുന്നത്, എസ്പെഷ്യലി നമ്മുടെ യങ്സ്റ്റേഴ്സ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ കൾച്ചർ കാത്തു സൂക്ഷിച്ചുകൂടാ? എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ആരെയും കല്യാണം കഴിക്കാം, പക്ഷേ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ നാടിനനുസരിച്ചുള്ള കൾച്ചർ വഴി കഴിക്കുമ്പോൾ അത് വേറൊരു സന്തോഷമാണ്. ഇപ്പം എനിക്കൊരു യൂറോപ്യക്കാരിയെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ആഫ്രിക്കക്കാരിയെ കല്യാണം കഴിക്കാം, പക്ഷേ എന്തുകൊണ്ട് എൻ്റെ സംസ്കാരത്തിനനുസരിച്ച് കല്യാണം നടത്തിക്കൂടാ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കുക കൂടി ചെയ്യുന്നില്ല. എല്ലാ ലോകഭാഗങ്ങളും ഒരേ സെയിം ആയിട്ടുള്ള കൾച്ചറാണെങ്കിൽ അതിലൊരു അർത്ഥമില്ല. എല്ലായിടത്തും ഒന്നാണെങ്കിൽ നമ്മുടെ ലോകം വൈവിധ്യമാകുന്നതെന്ന് പറയുമ്പം അങ്ങ് പോകുമ്പോൾ വേറൊരു ഭക്ഷണം, ഇങ്ങ് പോകുമ്പോൾ വേറൊരു ഭക്ഷണം. ഈവൻ ഇന്ത്യയിലാണെങ്കിൽ തെക്കും വടക്കും ഉത്തരേ ഭാഗത്തും എല്ലായിടത്തും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണമാണല്ലോ. ഭക്ഷണം മാത്രമല്ല നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ അങ്ങാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ചായക്ക് കുടിച്ചത് കായ്പോളയാണ്. തിരുവനന്തപുരത്ത് പോയിട്ട് കായ്പോള എന്ന് ചോദിച്ചാൽ അവർക്ക് അതെന്തെന്ന് പോലും അറിയില്ല. അപ്പോൾ അതാണ് ഈ ലോകത്തെ വൈവിധ്യമാക്കുന്നത്. അപ്പോൾ ആ ഒരു വൈവിധ്യം നിലനിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു ചെറിയൊരു കടമയായിട്ടും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഇവിടെ തന്നെ മതി എൻ്റെ പാർട്ട്ണർ. അല്ല, ഇവിടെ നിന്ന് മതി എന്നല്ല, പാർട്ട്ണർ എവിടെ നിന്നോ ആയിക്കോട്ടെ. കല്യാണം കഴിക്കുമ്പോൾ ഇവിടുത്തെ രീതിയിലും കല്യാണം കഴിക്കാം, അവിടുത്തെ രീതിയിലും കല്യാണം കഴിക്കാം. അല്ലാതെ ഇവിടുത്തെ പാർട്ട്ണറിനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് അല്ലല്ല, ഞാൻ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഒരു ഇൻട്രസ്റ്റ് പോലെ. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു തെറ്റിദ്ധാരണ ആയിരിക്കും. എനിക്ക് തെറ്റിദ്ധാരണ ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും പേടിക്കണ്ട. തെറ്റിദ്ധരിച്ചതായിരിക്കാം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എവിടെ നിന്നായാലും ഓക്കെ, കല്യാണം കഴിക്കും ഇങ്ങനെ നമ്മുടെ കൾച്ചറിന് അനുസരിച്ച് എല്ലാം നിൽക്കുള്ളൂ എന്നുള്ള രീതി അല്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോൾ നാട്ടിൽ കല്യാണം കഴിക്കുമ്പോൾ പുരുഷന്മാരൊക്കെ ഇപ്പോൾ ബ്ലേസേഴ്സും കോട്ടും സ്യൂട്ടൊക്കെ ആണല്ലോ ഇടുന്നത്. എൻ്റെ കല്യാണം കഴിക്കുമ്പോൾ സാധാരണ മുസ്ലിംസ് എങ്ങനെയാണ് പണ്ട് കല്യാണം കഴിക്കുമ്പോൾ ഇടുന്നത്? ഒരു വെള്ളമുണ്ട്, ഒരു വെള്ള ഷർട്ട്, തലയിൽ ഒരു കർച്ചീഫ്. അത് തന്നെയാണ് എൻ്റെ കല്യാണത്തിനും ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പം നാളെ ഞാൻ വേറെ മാറ്റി പറയാം, കാരണം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം എനിക്ക് അങ്ങനെ ഒരു കല്യാണ മണ്ഡപത്തിൽ ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. അതിലേക്ക് തന്നെയാണ് എൻ്റെ ചോദ്യം. കാരണം ഈ പെണ്ണിൻ്റെ കാര്യം ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിമോട്ടായിട്ടുള്ള ഗ്രാമങ്ങളിൽ കൂടിയും എന്നാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, റിമോട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. അവിടെയുള്ള ഗേൾസ്, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഗേൾസും അവിടെയുള്ള സ്ത്രീകളും, ഇപ്പോൾ ഓരോ സ്ഥലത്തെയും ഓരോരോ പ്രത്യേകതയുണ്ട്. ഒരു കൾച്ചറലി ഭയങ്കര ഡിഫറൻസ്, അല്ലെങ്കിൽ ആരായിരിക്കാം കുറച്ചുകൂടെ കാര്യങ്ങളെ തന്മയത്വത്തോടെ കാണുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ നമ്മളൊക്കെ നോക്കി കാണുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിലുള്ളവർ കുറേ കൂടെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. അവരുടെ കാര്യങ്ങൾ ഒരു 18 വയസ്സ് 16 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണ്. ഇവിടെ അത് സാധ്യമല്ല. ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. എല്ലാവരും കല്യാണം കഴിഞ്ഞാലും ഡിപ്പെൻഡൻ്റ് ആണ്, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയായിരിക്കാം ഒരു കൾച്ചറിനെ നോക്കി കാണുന്നത്, ലേഡീസിൻ്റെ ഒരു കൾച്ചറിനെ? ലേഡീസ് മാത്രമല്ല, ഇപ്പം ഏതൊരു വ്യക്തിയായാലും നമ്മൾ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അതിലുപരി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആക്കാൻ നമ്മുടെ ഫാമിലി സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട്
അധികം കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാൻ അറിയാം. പക്ഷെ അതേസമയം ഉമ്മ എപ്പോഴും ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതുണ്ടാക്കട്ടെ അതുണ്ടാക്കട്ടെ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കാകെ ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ തുണി കഴുകാൻ കുറച്ച് മടിയാണ്, ബാക്കിയെല്ലാം ഞാൻ ആക്ച്വലി ചെയ്യും. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഉമ്മ ഇങ്ങനെ കീപ്പ് ആസ്കിങ് ആണ്, എന്ത് വേണം. എനിക്ക് ആക്ച്വലി എൻ്റെ കാര്യം നോക്കറിയാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോവുകയാണ്. അതേസമയം ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ നമുക്ക് അവർ സെൽഫിഷ് ആണെന്ന് തോന്നും, പാരൻസ് സെൽഫിഷ് ആയതുകൊണ്ടാണ് അവരെ നോക്കാത്തത് തോന്നും. ബട്ട് അവരുടെ ഒരു സംസ്കാരം അങ്ങനെയാണ്. അവർ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ എന്താ പറയുക, അവരുടെ ഒരു നമ്മൾ മെച്ചുവേർഡ് ആവുന്നതിന് കുറച്ച് നാൾക്ക് മുന്നേ അവർ മെച്ചുവേർഡ് ആവും. കാരണം അവർ കൂടുതൽ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും, സ്വന്തമായിട്ട് എന്താ പറയുക സെൽഫായിട്ട് തന്നെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് ശീലിച്ച്. എനിക്കൊന്നും ആ ഒരു ജീവിതം എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് ചെറുതിലെ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ചില വീടുകളിൽ എന്ന് പറയുമ്പോൾ 24 വയസ്സ് കഴിഞ്ഞാലും ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അമ്മയുടെ അനുവാദം ചോദിക്കണം, അച്ഛൻ്റെ അനുവാദം ചോദിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കാട്ടി ബെറ്ററാണ് സ്വന്തമായിട്ട് കുറച്ച് ഫ്രീഡം, കുറച്ച് എന്താ പറയുക പക്വതയോടെ പെരുമാറാനുള്ള ഈ ഇതിൽ നിന്ന് കിട്ടിയാൽ അതായിരിക്കും എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പം സംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ, ഈ പറഞ്ഞ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുന്നതും ആവാതെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് വീണ്ടും എനിക്ക് സംശയങ്ങളാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും സഞ്ചരിച്ച ഒരാളോടല്ലാണ്ട് നമുക്ക് എനിക്ക് ഏതല്ല അവിടെ പോയി കാണാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കണ്ട ലോകത്തിൽ നിന്നല്ലേ നമുക്കത് അറിയാൻ പറ്റും. മറ്റേ ഞാൻ കഴിഞ്ഞ സിനിമയുടെ ആരോ ചോദിച്ചു, ഞാനിങ്ങനെ വെളിയിൽ പോകുന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു നീ പോയോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലം എന്ന്. പണ്ടൊരാൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന, അതായത് എനിക്കറിയില്ല, മാഹിന് 24 വയസ്സേ ഉള്ളൂ. ഇപ്പം എൻ്റെ ചെറുതിലെ ഒരു കൾച്ചറല്ല ഇപ്പോഴത്തെ ഒരു കൾച്ചർ, 24 കൾച്ചർ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഈ അപ്ഗ്രേഡിങ് ഇതുപോലെ തന്നെയായിരുന്നു പണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീഡത്തെക്കുറിച്ച് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക എന്നാണ് നമ്മളെപ്പോഴും എക്സാമ്പിൾ പറയുന്നത്. അമേരിക്കയിലെ കൾച്ചർ എന്ന് പറയുന്നത് പണ്ട് നമ്മളെ പോലെ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇതുപോലെ തന്നെ വിപ്ലവങ്ങളിലൂടെയും സ്ത്രീകൾ ഇങ്ങനെ മാറ്റപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പം മാഹിൻ ഇത്രയും സഞ്ചരിച്ചിട്ട് വന്നു. ഇപ്പം മാഹിൻ്റെ ആ ഒരു പറഞ്ഞ കാലഘട്ടം, +2 കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എത്രത്തോളം അപ്ഗ്രേഡിങ് ആയിരിക്കാം നടന്നിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആയിരിക്കാം യൂറോപ്യൻ കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? വളരെയധികം. ഈ ഒരു കോവിഡ് കാലം, ഈ ഒരു 2-3 വർഷത്തെ കോവിഡ് കാലം, കാരണം നമ്മളൊരു സംസ്കാരം മാറി ചിന്തിക്കണമെങ്കിൽ നമുക്ക് മറ്റു പല ലോകമായിട്ട് ബന്ധം വേണം. പെടാനായിട്ടുള്ള ഒരു വിനിമയമാണ് മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കോവിഡ് സമയത്താണ് ആക്ച്വലി പല വിദ്യാർത്ഥികൾക്ക് മൊബൈൽ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു മൊബൈൽ വന്നതുകൊണ്ട് അവരുടെ സംസ്കാരം വളരെയധികം മാറി, നമ്മുടെ നാടിൻ്റെ സംസ്കാരം മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത് എത്രത്തോളമാണെന്ന് വെച്ചാൽ അത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് ഞാൻ ഇതായിട്ട് പറഞ്ഞുതരാം. +2 പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് +2 ഞാൻ പറയാൻ കാരണം അതാണൊരു 10, 17, 18 വയസ്സത്തെ കാര്യം. അന്നേരം ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനുള്ളൊരു ഭീതി ഈ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുമോ? ഇപ്പം 24 തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾക്ക് ആ ഒരു ഭീതി അല്ല. മാഹിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അന്ന് വലിയ ഭീതിയില്ല, ഇപ്പോഴും വലിയ ഭീതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാഹിന് ഭീതിയില്ലായിരിക്കാം എതിരെ നിന്ന് സംസാരിക്കുന്ന പെൺകുട്ടികൾ. തീർച്ചയായിട്ടും അവർ മാറിപ്പോകാറുണ്ട്. ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ബോൾഡായി, മനസ്സിലായില്ലേ? കാരണം കൂടുതൽ അവർ സൊസൈറ്റിയെക്കുറിച്ച് അറിയാൻ തുടങ്ങി. അവർക്ക് പല മീഡിയകളുള്ള കൂടുതൽ പെൺകുട്ടികളൊക്കെ വളരെ രീതിയിൽ ബോൾഡായി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ലൊരു ഇമ്പാക്റ്റ് ആണ്. കാരണം അന്നത്തെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ച് സംസാരിക്കാനോ പാടില്ല. കാരണം ആരും സംസാരിച്ചാൽ അത് ഭയങ്കര സീനാണ്. ദിവസം പേരൻസിനെ കൊണ്ടുവരാണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഇന്ന് അങ്ങനെയല്ല. ചില സൗഹൃദങ്ങൾ കാണുമ്പോൾ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു. മനസ്സിലായോ? ഇത് നമ്മൾക്ക് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ കൾച്ചർ ഇതുപോലെ ഡെവലപ്പായി അവരിപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയം നമ്മളത് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രായം ചെന്നവരുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ തന്നെ പേരൻസ് പറയാറുണ്ട്, ഇതൊന്നും ശരിയല്ല, നമ്മുടെ കൾച്ചറിന് മൂല്യച്യുതി സംഭവിച്ചു, നമ്മുടെ കൾച്ചറിന് നാശം സംഭവിച്ചു, അയ്യോ പണ്ടത്തെ പോലെയല്ല പെൺകുട്ടികൾ അങ്ങനെ ഒരാൾ ഫാമിലിയിൽ നിന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഫ്കോഴ്സ് എൻ്റെ കുടുംബത്തിൽ ഞാൻ പണ്ട് മുതലേ എന്താ പറയുക വിപ്ലവകാരി എന്നൊക്കെ വേണമെങ്കിൽ പറയില്ല, അതുപോലത്തെയാണ്. അതിപ്പം ഈ ഒരു സംഭവത്തിന് മാത്രമല്ല, ഇപ്പോൾ ചവറ് വലിച്ചെറിയുന്ന എൻ്റെ ഉമ്മ വീട്ടിൽ ചവറ് കത്തിക്കും. അപ്പോൾ എൻ്റെ കുടുംബക്കാരായാലും അങ്ങനെ അധികം ആ ഒരു രീതിയിലൊന്നും നോക്കാറില്ല. അപ്പം ഞാൻ പണ്ടും വിപ്ലവകാരിയാണ്, ഇപ്പോഴും വിപ്ലവകാരിയാണ്. പിന്നെ ഇപ്പോൾ കൂടുതൽ തോന്നുന്ന രീതിയിൽ വിപ്ലവം ചെയ്യില്ല എന്നേ ഉള്ളൂ. നമ്മളൊരു മയത്തിൽ മനസ്സിലാവില്ല, അവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തി. എപ്പോഴും നമുക്ക് വിപ്ലവം ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. എപ്പോഴും നമുക്ക് മയപ്പെടുത്തി മനസ്സിലാക്കിയാൽ ആ ഒരു വിപ്ലവം ജയിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ നമ്മുടെ വാശിക്ക് വേണ്ടി നമ്മൾ
വിപ്ലവം എന്ന് പറഞ്ഞ് നമ്മളെ എപ്പോഴും കൺവിൻസിങ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഒരാൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. എന്നാൽ അതുവഴി അവർ ആ ഒരു അറിവ് പഠിച്ച് അവർ പിന്നീട് നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു എനിക്ക് മാഹിം പറയുന്ന എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പം എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം എനിക്ക് എൻ്റെ പ്രായത്തിൽ ഞാനിപ്പോഴൊരു ഹാഫ് സ്ലീവ് ഇടുന്ന എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അമ്മയുടെ കൂടെ പോവാത്തപ്പോൾ അതിടും, അമ്മയുള്ളപ്പോൾ അതിടില്ല. അതായത് എനിക്ക് അവരെയും കൺസിഡർ ചെയ്യണം. പക്ഷെ എനിക്ക് ഞാൻ വിപ്ലവം പറയുമ്പോൾ എനിക്ക് എൻ്റെ പുതുതലമുറയുടെ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ശരീരമാണ്, നമ്മുടെ ബോഡിയാണ്, നമ്മുടെ റൈറ്റ്സ് ആണ് നമ്മൾ പറയുമെങ്കിൽ കൂടിയും എൻ്റെ വിപ്ലവം എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വിപ്ലവം നേരെ ഉൾട്ടാതിരിക്കും. തീർച്ചയായിട്ടും അവരെനിക്ക് കൺസിഡർ ചെയ്യും. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. അഫ്കോഴ്സ് നമുക്കാവാം, നമുക്ക് എന്ത് രീതിയിലാണെങ്കിലും സ്വാതന്ത്ര്യമാവാം, മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടോ ആവാം. ബട്ട് എപ്പോഴും ഒരു ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ ചെയ്യുന്ന പ്രവർത്തികളായിരിക്കണം ഒരു ഫ്രീഡം എന്ന് എൻ്റെ ഒരു ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനധികം ആളുകളെ ബുദ്ധിമുട്ടിക്കാറില്ല. ചിലപ്പം സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാം. ആ സ്ഥലത്ത് ഇഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്യുന്നതിന് സാക്രിഫൈസ് ഒന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല. അവിടെ നമുക്കത് വിഷമാക്കുന്നില്ല. അല്ല, ഇപ്പം ഞാൻ കുറച്ച് മുന്നേ ലേഡീസിൻ്റെ കാര്യം ചോദിക്കാൻ കാരണം, ഇപ്പം മാഹിൻ്റെ കൂടെ ഒരു ട്രാവൽ പാർട്ട്ണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ വീട്ടിലേക്ക് നാട്ടിൽ കൊണ്ടുവന്നിരുന്നല്ലോ. ആദ്യത്തെ ഒരു റെസ്പോൺസ് ഇപ്പം കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു സ്ത്രീയായിട്ട് ഒന്നിച്ച് നടക്കുമ്പോൾ, അത് പെൺകുട്ടിയാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും ഇങ്ങനൊരു നോട്ടം നോക്കും. രണ്ടാമത് തവണ കൊണ്ടുവന്നപ്പോൾ ആ നോട്ടം ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഞാൻ അന്ന് ആദ്യമായിട്ടല്ല, എൻ്റെ വീട്ടിൽ ധാരാളം സുഹൃത്തുക്കൾ വരാറുണ്ട്. അതിപ്പം ഞാനുള്ളപ്പോഴും വരാറുണ്ട്, ഇല്ലാത്തപ്പോഴും എൻ്റെ ഉമ്മ ആക്ച്വലി ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അത് പെൺകുട്ടികളാണ്, ഞാനില്ലാത്തപ്പോൾ ഓഫ്കോഴ്സ് പെൺകുട്ടികളാണ് കൂടുതൽ ഹോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അത് ഒരു ക്യൂരിയോസിറ്റിയുടെ ബേസിൽ നോക്കുന്നതാണ്, ഒരു സദാചാര ബോധമല്ല. പെട്ടെന്ന് ഒരു നമ്മുടെ നാട്ടിൽ സംഭവിക്കാത്ത വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച സംഭവിക്കുമ്പോൾ ഒരാളുകളുടെ ഒരു നോട്ടം ഉണ്ടല്ലോ. പിന്നീട് നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ പറയുക, ഒരു സംസ്കാരത്തിൻ്റെ വ്യത്യസ്തമാണല്ലോ. പെട്ടെന്ന് അന്യപുരുഷൻ ഒരു അന്യസ്ത്രീയെ വീട്ടിൽ കൊണ്ടുവരുന്നു, താമസിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ആളുകൾ നോക്കും. പിന്നീട് ആളുകൾ നോക്കുമ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരായാലും നോക്കുമ്പോൾ ഞാൻ പോകുന്നതെല്ലാം അന്യസ്ത്രീകളുടെ അന്യപുരുഷന്മാരുടെ വീട്ടിലാണല്ലോ. അപ്പോൾ അവർ എന്നെ എത്ര സ്നേഹത്തോടെ വിളിച്ച് കയറ്റുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ പറഞ്ഞില്ല സദാചാരം. ഈ സദാചാര നോട്ടങ്ങൾ ഒന്നും തന്നെ യാത്രയിൽ കിട്ടിയിട്ടില്ല. പറയുന്നുണ്ട് യാത്രയിൽ ഗേൾസ് ആണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് കംഫർട്ട് ആവാൻ കാരണം മറ്റുള്ള വീടുകളിലേക്ക് എനിക്ക് വെൽക്കം ഭയങ്കരമായിട്ടും കിട്ടാറുണ്ട്. വെളിയിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വെൽക്കം. അവിടെ ഒന്നും ഇത്തരം സദാചാരം അത് നമ്മുടെ തോന്നലാണ്. അതിപ്പം നിങ്ങളുടെ വീട്ടിലായി, ഇപ്പോൾ എൻ്റെ വീട്ടിലായ പോലും എൻ്റെ വീട്ടിൻ്റെ വഴി കൂടെ ഒരു ആൺകുട്ടി നടന്നു പോകുന്നു, എൻ്റെ ഉമ്മ വീട്ടിൽ വിളിച്ച് കയറ്റില്ല. പക്ഷെ അതേസമയം ഒരു കപ്പിളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും ആണെങ്കിൽ, കല്യാണം കഴിച്ചവരോ കല്യാണം കഴിക്കാത്തവരോ ആരാണെങ്കിലും, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ ഉമ്മക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ കിട്ടും. മനസ്സിലായില്ല, അവർക്ക് വീട്ടിൽ വിളിച്ച് കയറ്റി വെള്ളമെങ്കിലും കൊടുക്കാൻ. അപ്പം അത് നമ്മുടെ നാട്ടിൽ ഇല്ലയെന്നല്ല, നമ്മുടെ നാട്ടിലും ആ ഒരു ഫീലിങ്സ് ഉണ്ട്. അത് മറ്റുള്ള നാട്ടിൽ മാത്രമല്ല നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടുന്നത്. ആക്ച്വലി നമ്മുടെ നാട്ടിലും ആ ഒരു ഫീല് മനസ്സിലായാലേ കിട്ടാറുണ്ട്. അതിപ്പം ഞാനിവിടെ യാത്ര ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കിട്ടാറില്ല. അതേസമയം എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്ന് ഇവിടെ സഞ്ചരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2011 എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ ഒന്നിച്ച് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിക്ക് വിശന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അവിടെ കട അടച്ചു. അപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയി ചെന്ന് വെള്ളം ചോദിച്ചു. അപ്പോൾ ഒരു ചക്ക വെട്ടുക. പിന്നെ ഞങ്ങൾ ചോദിച്ചിട്ട് ചക്ക പുഴുങ്ങാൻ കൂടി ഞങ്ങൾ ചക്കയൊക്കെ വേവിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അതായത് 2011 ഞാൻ ഈ പറയുന്നത്. കാലഘട്ടം ഒരു നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും മനസ്സിലായോ, നമ്മളെ അവർ സ്വീകരിച്ച്, അവരെന്ത് രീതിയിൽ നിന്ന് സ്വീകരിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ സ്വീകരിച്ച്, ഞങ്ങൾ ഭക്ഷണം മേടിച്ചു, കഴിച്ചു പോകുന്നു. ചില സ്ഥലങ്ങളിൽ ഞാൻ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ എനിക്ക് അമിതമായിട്ട് വിശന്നാൽ ഞാൻ അവിടെ ചോദിക്കും. ഇപ്പോഴല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ചോദിക്കും, ചേച്ചി ഉള്ളസ് വെള്ളം തരാം, ചോറുണ്ടോ, ഭക്ഷണം ഉണ്ടോ. അത് നമ്മൾ വിശപ്പാണ്, കാരണം ഈ യാത്രയിൽ വിശപ്പ് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ എന്താ പറയുക ചോദിച്ച്, ഇപ്പം നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഫുഡുണ്ട് എങ്കിൽ കൂടി അവരുടെ ടേസ്റ്റ് ചെയ്യണം എന്ന് ഓർത്ത് അങ്ങനെ എന്തെങ്കിലും. തീർച്ചയായിട്ടും ധാരാളം. നമ്മൾ ഒരാളടുത്ത് ഭക്ഷണം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റല്ല. ഇപ്പോൾ ഒരു ഭക്ഷണം പെട്ടെന്നൊരു പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം കണ്ട് എന്താ പറയുക, അത് വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നാറില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്ക കഴിക്കാത്ത ആൾ പെട്ടെന്ന് വന്ന് ചോദിക്കുന്നു, അത് ഒരു വലിയൊരു തെറ്റല്ല. അത് ധാരാളം പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അല്ല, തെറ്റെന്നല്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എന്നാ ചോദിച്ചത്. നമുക്കൊരു ചോദിക്കാനുള്ള ആദ്യകാലങ്ങളിൽ നമുക്കൊരു ഇതുണ്ട്. എനിക്ക് കാരണം എന്നാൽ ഞാൻ പട്ടിണിയാവും. ഞാനിപ്പോൾ എനിക്ക് മടിയുണ്ടെങ്കിൽ ഞാൻ പട്ടിണിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പറയാറുള്ളൂ. കാരണം എനിക്ക് ഷൈ ഒന്നുമില്ല. കാരണം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മളെ വിളിക്കുവാണ്, നമ്മൾ ഷൈ കൊണ്ട് ആവശ്യത്തിനുള്ള ഭക്ഷണം എടുത്തില്ലെങ്കിൽ പട്ടിണിയാവും. കാരണം ഡെയിലി നമ്മൾ വീട്ടിലല്ലല്ലോ, ഡെയിലി ഇതുപോലെ മറ്റുള്ള ആളുകളുടെ വീടുകളിലല്ലേ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷൈയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമാവില്ല.